മിഥുൻ മുരളി ചേരുകയാണ് പന്തളത്ത് നിന്ന്. മിഥുനും നേരത്തെ ഗോകുൽ രമേശ് പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും പറയാനുള്ളത്. കാരണം നമ്മൾ ഗോകുലിനോട് പമ്പയിലെ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ എല്ലാ കാലവും കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത് എന്ന് തന്നെയാണ് പറയുന്നത്. മിഥുനും എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ചോദിച്ചു നോക്കാം. മിഥുൻ, മണ്ഡലകാലം ആരംഭിക്കാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. എപ്പോഴും ഭക്തർക്കായി അടിസ്ഥാന സൗകര്യങ്ങൾ അടക്കം ഒരുക്കുന്നതിൽ വീഴ്ച വരുത്തുന്ന ദേവസ്വം ബോർഡിന്റെ ഒരു നിലപാട് ഇപ്പോഴും എങ്ങനെയാണ് തുടരുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപിള്ള, രോഹിണി, സ്വാമി ശരണം. പന്തളത്തെ സംബന്ധിച്ചിടത്തോളം പന്തളത്ത് അടിസ്ഥാന സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ നടത്തേണ്ടത് ദേവസ്വം ബോർഡാണ്. മുൻകാലങ്ങളിലും ദേവസ്വം ബോർഡാണ് മരാമത്തടക്കമുള്ള കാര്യങ്ങളിൽ, ഈ കെട്ടിട നിർമ്മാണമടക്കമുള്ള കെട്ടിട സൗകര്യങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകേണ്ടത്. പക്ഷേ അതിൽ കൂടുതൽ ക്രമീകരണങ്ങൾ ഭക്തജനങ്ങൾക്ക് ഒരുക്കി അസൗകര്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ തന്നെ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ പന്തളം നഗരസഭയ്ക്ക് സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ പന്തളത്ത് നിന്നും മറ്റ് ശബരിമല ഇടത്താവളങ്ങളെ അപേക്ഷിച്ച് പന്തളത്ത് നിന്നും കാര്യമായ പരാതികൾ ഉണ്ടാകാത്ത ഒരിടം തന്നെയാണ് പന്തളം. പന്തളം നമുക്കറിയാം, ശബരിമല തീർത്ഥാടകരെ സംബന്ധിച്ചിടത്തോളം ഈ ശബരിമലയിൽ തീർത്ഥാടനത്തിൽ എത്രത്തോളം പ്രാധാന്യം പന്തളത്തിനുണ്ട് എന്നുള്ളത് ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ല. ശബരിമല അയ്യപ്പസ്വാമിയുടെ തപോഭൂമിയാകുമ്പോൾ പന്തളം അയ്യപ്പസ്വാമിയുടെ, മണികണ്ഠസ്വാമിയുടെ ജന്മദേശമായി വളർന്ന നാടായി അത്രയും പ്രാധാന്യമുള്ള, തീർത്ഥാടനത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഇടം തന്നെയാണ് പന്തളം. കൊട്ടാരം, പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന തിരുവാഭരണ ദർശനം, പന്തളം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ദർശനം, ഇങ്ങനെ പുണ്യകരമായിട്ടുള്ള വിവിധ ഘട്ടങ്ങളിലൂടെ ശബരിമല തീർത്ഥാടനം പൂർത്തിയാക്കുന്നതിന് വേണ്ടി നിരവധിയായ ഭക്തജനങ്ങളാണ് ഓരോ തവണയും പന്തളത്തേക്ക് എത്തുന്നത്. മണ്ഡലകാലം ആരംഭിക്കുന്നതോടൊപ്പം തന്നെ പന്തളം സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ തിരുവാഭരണ ദർശനം ആരംഭിക്കും. ഭഗവാന് ചാർത്തുന്നതിനുള്ള തിരുവാഭരണം ദർശിക്കുക എന്നുള്ളത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കാര്യമായി മാറും. അതുകൊണ്ട് തന്നെ ശബരിമല തീർത്ഥാടകർ മാത്രമല്ല, കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ള ധാരാളം അയ്യപ്പ ഭക്തരും ഈ മണ്ഡലകാലത്ത് പന്തളത്തിലേക്ക് എത്തുന്നുണ്ട്, തിരുവാഭരണ ദർശനം നടത്തുന്നുണ്ട്. രാവിലെ മുതൽ തന്നെ, രാവിലെ പുലർച്ചെ 5 മണി മുതൽ രാത്രി 8 മണി വരെയുള്ള സമയത്ത് ഇനിയുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്ക് ശേഷം മണ്ഡലകാലം തുടങ്ങുന്നതോടുകൂടി പന്തളത്ത് തിരുവാഭരണ ദർശനമുണ്ടാകും. സാമ്പ്രിക്കൽ കൊട്ടാരത്തിൽ ദർശനം നടത്തുന്നതിനൊക്കെ വേണ്ടി വലിയ തിരക്ക് പന്തളത്ത് അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പന്തളം ക്ഷേത്രവും ഒപ്പം തന്നെ പന്തളം ക്ഷേത്രത്തോടനുബന്ധിച്ച മറ്റു ഭാഗങ്ങളിലെ കെട്ടിടങ്ങൾ, ക്രമീകരണങ്ങൾ ഇതൊക്കെ ഒരുക്കി നൽകുന്നത്, ഇതിന്റെ എല്ലാം ഉടമസ്ഥാവകാശം ദേവസ്വം ബോർഡിന് തന്നെയാണ്. പക്ഷേ പന്തളം നഗരസഭയും ഒപ്പം തന്നെ പന്തളം കൊട്ടാരവും മുൻകൈ എടുത്തുകൊണ്ട് അശ്രാന്തമായ പരിശ്രമത്തിലൂടെ പല കാര്യങ്ങളും ഭക്തജനങ്ങൾക്ക് മുൻ വർഷങ്ങളിലും ചെയ്തു നൽകുന്നുണ്ട്, ക്രമീകരണങ്ങൾ ഒരുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഇടങ്ങളെ അപേക്ഷിച്ച് പന്തളത്ത് നിന്നും കാര്യമായ പരാതികൾ മുൻ വർഷങ്ങളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമ്മൾ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. ഇവിടെ ടോയ്ലറ്റ് സൗകര്യമായാലും ഒപ്പം തന്നെ ഈ കുളിക്കടവ് വൃത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ, വിരിവെക്കുന്നതിനുള്ള സൗകര്യം, പരിമിതമായ കെട്ടിട സൗകര്യങ്ങളാണ് ദേവസ്വം ബോർഡ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെങ്കിൽ കൂടി ആ കെട്ടിടങ്ങളിൽ പന്തളം നഗരസഭ മുൻകൈ എടുത്തുകൊണ്ട് വിരിവെക്കുന്നതിന്, ഭക്തജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു നൽകുന്നു. അത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും പന്തളം നഗരസഭയുടെ മേൽനോട്ടത്തിൽ ഇത്തരം ക്രമീകരണങ്ങൾ സമയബന്ധിതമായി തന്നെ പൂർത്തീകരിക്കുന്ന കാഴ്ചയാണ് പന്തളത്തിൽ നിന്നും കാണാൻ കഴിയുന്നത്. പന്തളം ക്ഷേത്രത്തിന് സമീപത്ത് അച്ചൻ കോവിലാർ ഒഴുകുന്നുണ്ട്. അവിടെ അപായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുന്നത്, അവിടെ വഴുക്കൽ മാറ്റുന്നതിനുള്ള ക്രമീകരണങ്ങൾ, ആ പന്തളം ക്ഷേത്രക്കടവ് വൃത്തിയാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ നഗരസഭ മുൻകൈ എടുത്തുകൊണ്ടുള്ള ക്രമീകരണങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ടോയ്ലറ്റ്, ശുചിമുറി, കുളിമുറി സൗകര്യങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ പന്തളം നഗരസഭയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വിരിവെക്കുന്നതിനുള്ള സൗകര്യം അന്നദാന മണ്ഡപം ദേവസ്വം ബോർഡിൻ്റെതാണ്. പക്ഷേ അവിടെ ക്രമീകരണങ്ങൾ ഒരുക്കി നൽകുന്നതിനുള്ള കാര്യങ്ങൾ പന്തളം നഗരസഭ ഇടപെട്ടുകൊണ്ട് മുൻകൈ എടുത്തുകൊണ്ട് നടത്തുന്നുണ്ട്. ഒപ്പം പന്തളം കൊട്ടാരത്തിന്റെ ഭാഗത്തുനിന്ന് ഭക്തജനങ്ങൾക്ക് കുടിവെള്ളം ലഭ്യമാക്കുക, മറ്റ് സംഭാരമടക്കമുള്ള ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഭക്തജനങ്ങൾക്ക് നൽകുക തുടങ്ങിയ കാര്യങ്ങൾ മുൻവർഷങ്ങളിൽ നൽകുന്നുണ്ടായിരുന്നു. അത് ഇത്തവണയും ഉണ്ടാകും. പാർക്കിംഗ് സൗകര്യം അടക്കമുള്ള കാര്യങ്ങളിൽ പന്തളം കൊട്ടാരവും മുൻകൈ എടുത്തുകൊണ്ട് സൗജന്യമായി ഇത്തരം സേവനങ്ങൾ നൽകുന്നതിനുള്ള മുന്നൊരുക്കങ്ങളും നടത്തുന്നുണ്ട്. ഇന്ന് പന്തളം കൊട്ടാരം പ്രതിനിധികളെയും ഒപ്പം തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിനിധികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവലോകന യോഗം സർക്കാർ വിളിച്ചിട്ടുണ്ട്. ദേവസ്വം പ്രതിനിധികളടക്കം ഇന്ന് ഈ അവലോകന യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. വളരെ വൈകിയാണ് ഇത്തരത്തിലുള്ള ഒരു അവലോകനം പോലും ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്ന പന്തളത്ത് സർക്കാർ വിളിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. വൈകിയാണെങ്കിലും ഇന്ന് ഒരു അവലോകന യോഗം ചേരുന്നു.